നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജി ടൂറിൻ്റെ T2 എന്ന് പറയുന്ന മോഡലാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ജി ടൂറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വണ്ടികൾ നമ്മൾ ഓഫ് റോഡിങ്ങിലേക്ക് വരുമ്പോൾ ജി ടൂറിൻ്റെ കുറേ വണ്ടികൾ നമ്മൾ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ വേറെ വണ്ടികളും കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന BYD ആണെങ്കിലും ബാക്കി വണ്ടികൾ കാണുന്നുണ്ട്. പക്ഷേ ജി ടൂറിൻ്റെ സസ്പെൻഷൻ ചോദിച്ചാൽ നമുക്ക് കുറേ എൻക്വയറികൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ മാർക്കറ്റിൽ നമുക്കിപ്പോൾ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൽ അങ്ങനെ അത്ര അവൈലബിൾ അല്ല. പക്ഷേ ഇപ്പോൾ പല സസ്പെൻഷനുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ പ്രോകോമിൻ്റെ ഒരു സസ്പെൻഷൻ, അതായത് ഫ്രണ്ട് ആൻഡ് ബാക്ക് കോയിൽ ഓവറാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. അങ്ങനത്തെ ഒരു സസ്പെൻഷൻ നമ്മൾ ഓർഡർ ചെയ്ത് വന്നിരുന്നതാണ്. അപ്പോൾ അതിപ്പോൾ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രണ്ടിൽ വരുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് മൾട്ടി ലിങ്ക് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ബാക്കിലും വരുന്നത്. അതുകൊണ്ട് തന്നെ റൈഡ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. എക്സ്പെഷ്യലി ബിൽഡ് ഫോർ റോഡാണ്. പക്ഷേ എങ്കിലും ഓഫ് റോഡിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ പെർഫോമൻസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. എന്തായാലും നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും അതിൻ്റെ ഒരു സംഭവങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ വേറെ സാധനങ്ങൾ നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്ന മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ, കൺട്രോൾ ആംസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും അവൈലബിൾ അല്ല. അത് വരുന്ന മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു സംഭവം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ വണ്ടികളുടെ സസ്പെൻഷൻ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് എൻക്വയറികൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ.